എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതായ നിരവധി സംശയങ്ങളും കാര്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിൻ്റെ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം. കേരള യൂണിവേഴ്സിറ്റി കേരള സർവകലാശാലയുടെ കീഴിൽ ഒരു ഡിഗ്രി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ ആദ്യ ഫസ്റ്റ് അലോട്ട്മെൻറ്റാണ് നാളെ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു വൈകുന്നേരം ഒരു 5 മണിയോടെയൊക്കെ ആയപ്പോൾ അല്ലെങ്കിൽ 5 മണിക്ക് ശേഷമൊക്കെയാണ് വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ലഭ്യമായത്. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും വരും. അപ്പോൾ ഇന്നലെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അത് കൃത്യമായ രീതിയിൽ നമ്മൾ വിദ്യാർത്ഥികളെ അറിയിച്ചിരുന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോഴും അത് കൃത്യമായ രീതിയിൽ നിങ്ങളെ അറിയിക്കും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാനുള്ളൊരു പ്രീമിയർ വീഡിയോ, കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷർ എന്ന് പറഞ്ഞൊരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാൻ സാധിക്കുമെന്ന് ഓർത്തിരിക്കുക. നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാൻ പറ്റുമെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്നലെ വന്നത് ഒരു വൈകുന്നേരത്തോടൊക്കെ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റും ഏതാണ്ട് ആ ടൈമോടൊക്കെ കൂടി തന്നെ നോക്കിയാൽ മതിയാകും. പക്ഷേ എപ്പോൾ പ്രസിദ്ധീകരിച്ചാലും നിങ്ങളിലേക്ക് അറിയാനുള്ള പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കണം. അങ്ങനെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാൻ പറഞ്ഞൊരു കാര്യം, ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഉടൻ നിങ്ങളെ ആ കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജ് ജോയിനിങ് ചെയ്യണമെന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ച ചോദ്യമാണ്. കഴിഞ്ഞ വർഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരുന്നു കോളേജ് ജോയിനിങ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കുക, ശേഷം നിങ്ങൾ മാൻഡറ്ററി ഫീ, യൂണിവേഴ്സിറ്റിക്ക് ഒരു ഫീ അടയ്ക്കണം. നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ആ ഫീ അടച്ച് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് വിദ്യാർത്ഥിനികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുകയും ശേഷം അതുമായി കോളേജിലെത്തി പ്രവേശനത്തിന് ഹാജരാകുകയും ചെയ്യുന്നത്. ഈ വർഷം എങ്ങനെയാണെന്നുള്ളത് സർക്കുലർ വന്നാൽ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ട് ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയൊക്കെ അങ്ങനെയാണ്. കാരണം കേരള യൂണിവേഴ്സിറ്റിയുടെ അതേ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും, യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കും, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ കുട്ടികൾക്ക് കൊടുക്കുന്നത്. എന്നാൽ എം ജി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീസ് അങ്ങനെയല്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജ് ജോയിനിങ് നടത്തുന്നത്. എന്നാൽ എം ജി യൂണിവേഴ്സിറ്റി അങ്ങനെയല്ല. ഇന്നലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, ഇന്നും നാളെയും കോളേജ് ജോയിനിങ് നടത്തുകയാണ് ചെയ്യുന്നത്. എം ജി യൂണിവേഴ്സിറ്റി വ്യത്യസ്തമായിട്ട് പ്രവേശനം നേരിട്ട് തന്നെ കോളേജിലേക്ക് നടത്തുകയാണ്, ഫീസ് അടച്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യിക്കാതെ തന്നെ. എന്നാൽ ബാക്കിയുള്ള കേരള, കാലിക്കറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റികൾ ആദ്യം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കും, ശേഷം മാൻഡറ്ററി ഫീ അടയ്ക്കും, ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ എല്ലാ കുട്ടികൾക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ അടയ്ക്കുന്ന ഫീസ് വെറുതെ ആവില്ലെന്നുള്ളത് ഓർത്തിരിക്കുക. എന്നിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജ് ജോയിനിങ് നടത്തുന്നത്. എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായി നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുകയില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് മാൻഡറ്ററി ഫീ അടയ്ക്കാനുള്ളൊരു വിൻഡോ ആയിരിക്കും അവിടെ വരിക. ആ മാൻഡറ്ററി ഫീ അടച്ചതിന് ശേഷം മാത്രമേ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മാൻഡറ്ററി ഫീ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് ലഭിക്കുമ്പോൾ നിങ്ങൾ മാൻഡറ്ററി ഫീ അടയ്ക്കണം. അത് കഴിഞ്ഞ വർഷം 990 രൂപ ജനറൽ കാറ്റഗറിക്കും SC/ST വിദ്യാർത്ഥികൾക്ക് 925 രൂപയുമായിരുന്നു. ഈ വർഷം വേരിയേഷൻ ഉണ്ടാവും, നമുക്ക് നോക്കാം. അതല്ല നമ്മൾ അറിയിക്കും നിങ്ങളെ. ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം 1500 രൂപയ്ക്ക് മേലെയാണ് ചെയ്യേണ്ടി വന്നത്. ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾ 1500 മേലെയാണ് മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടി വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് അടയ്ക്കേണ്ട 1800 ആയിരുന്നു, 1850 ആയിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം ചെറിയൊരു വേരിയേഷൻ കാണും. ഓരോ വർഷവും കൂടുമ്പോൾ ഫീസ് കുറയാറില്ല, കൂടാറാണ് പതിവ്.
അപ്പോൾ അതൊക്കെ നമ്മൾ തീർച്ചയായും നിങ്ങളെ ആ സമയമാകുമ്പോൾ നിങ്ങളെ അറിയിക്കും. അപ്പോൾ നിങ്ങൾ ആ ഫീസ് അടയ്ക്കണം. ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കണം. ശേഷം കോളേജ് ജോയിൻ ചെയ്യണം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞ് ഫീസ് അടച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാത്രമേ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുകയുള്ളൂ. എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് കിട്ടുന്നൊരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് മാൻഡറ്ററി ഫീ അടച്ചാൽ അപ്പോൾ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുകയും ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ കോളേജിൽ പ്രവേശനത്തിനായിട്ട് പോകുവാനും സാധിക്കും. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ, ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കൂടുതൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താഴെ കമൻറ്റ് ഇടാം. മാക്സിമം മറുപടി തരാൻ ശ്രമിക്കാം. കൂടുതൽ വിദ്യാർത്ഥികൾ ഒരു കമൻറ്റ് തന്നെയാണ് പറയുന്നതെങ്കിൽ അത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഈസ് കർ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.